മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനമാണ് നമ്മെ വിടുവിക്കുന്നത്. ധാരാളം പേര് ദൈവവചനം കേൾക്കുന്നു, പ്രതികരിക്കുന്നു, ധാരാളം വിടുതലുകൾ നടക്കുന്നു എന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് കൊടുക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവിൻ്റെ പുസ്തകം 43 അതിൻ്റെ 18, 19 ഭാഗങ്ങളാണ്. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഞാൻ നദികളും ഉണ്ടാക്കും. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നു തരുന്ന പരിശുദ്ധാത്മാവിനായി ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ജീവിതമേ, ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് മുഖാന്തരമാകും. മുൻപുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ, ദുരവസ്ഥകൾ, വേദനകൾ, തകർച്ചകൾ, പരാജയങ്ങൾ, ശത്രുവായവൻ നമ്മുടെ മൈൻഡിനെ, അവർ മൈൻഡ് ഈസ് ബാറ്റിൽ ഫീൽഡ്, അവിടെയാണ് അവൻ്റെ ആക്രമണങ്ങൾ. എന്നാൽ പലപ്പോഴും പലർക്കും അതിൽ നിന്ന് കയറാൻ കഴിയുന്നില്ല. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു, മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന ജീവിതമേ, നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രതിസന്ധികളെ നിങ്ങൾ മറക്കണം. അവിടെ എഴുതിയിരിക്കുന്ന റിമെമ്പർ നോട്ട് ദ ഫോർമർ തിങ്സ് നോർ കൺസിഡർ ദ തിങ്സ് ഓഫ് ഓൾഡ്. അത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. അയ്യോ പാസ്റ്റർ, എനിക്ക് എത്ര ചിന്തിച്ചിട്ടും എനിക്കത് മറക്കാൻ കഴിയുന്നില്ല, അതെന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ആ ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു സഹായകനുണ്ട്, പരിശുദ്ധാത്മാവ്. ആ ദൈവം എന്തെങ്കിലും ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആകുലപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അത് നിവർത്തിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി ദൈവം തന്നിട്ടുണ്ട്. ദാറ്റ്സ് അവർ ഹോളി സ്പിരിറ്റ്. അതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ബൈ മൈൻഡ് നോർ ബൈ പവർ ബട്ട് ബൈ സ്പിരിറ്റ്. അതായത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. അടുത്ത ശ്രദ്ധിക്കണമേ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എന്നെപ്പോഴും പറയും, ഫ്രിഡ്ജിൽ വെച്ചതോ അല്ലെങ്കിൽ പഴകിയതോ ഒന്നും അല്ല ദൈവം ഉപയോഗിക്കുന്നത്. അവൻ്റെ കൃപ എല്ലാ പ്രഭാതത്തിലും പുതിയതാണ്. ബ്രദറിന് വേണ്ടി, സിസ്റ്ററിന് വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ബിഹോൾഡ് ഐ ആം ഡൂയിങ് എ ന്യൂ തിങ്. പുതിയൊരു കാര്യം വേണം ഇങ്ങനെ പറയാം, നിങ്ങൾ ഇതുവരെ നനയ്ക്കാത്ത, ഇതുവരെ ചിന്തിക്കാത്തത്. ആമേൻ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ. പ്രവചനാത്മാവെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു ദൈവ പ്രവൃത്തി, യു ഹാവ് ടു ബിലീവ് ഇറ്റ്. ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. പുതിയതെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാണാത്ത, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. Now it spring forth. അതിപ്പോൾ ഉത്ഭവിക്കും. കർത്താ, നാളെയല്ല, ഒരു 3 വർഷം നീ കാത്തിരിക്കുമ്പോഴല്ല. വിശ്വാസം ഇന്നാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ഇപ്പോൾ. ഫെയ്ത്ത് ഈസ് നൗ. ഇത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാമ്പോൾ, ആരോ പറയുന്നു, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി ബിസിനസ് ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് സ്റ്റെപ്പ് എടുത്തു, അതെല്ലാം പരാജയങ്ങളായിരുന്നു. നിൽക്കരുത്. രാത്രി മുഴുവൻ അധ്വാനിച്ചവനായിരുന്നു പത്രോസ്. രാത്രി മുഴുവൻ ഇങ്ങനെ പറഞ്ഞു, he toiled the whole night, didn't catch anything, but he obeyed according to the word of the Lord, according to the word of Jesus. Something great happened in his life. നമുക്കറിയാം, അവൻ്റെ വല മാത്രമല്ല, മറ്റുള്ളവരുടെ പടകൂടെ നിറഞ്ഞ്. ഇന്ന് കർത്താവിൻ്റെ ഒരു ശബ്ദമായി നിങ്ങൾ ഏറ്റെടുത്താട്ടെ. സ്വർഗം വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. അതിപ്പോൾ ഉത്ഭവിക്കും, അത് നിങ്ങൾ അറിയുന്നില്ലയോ? അവിടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഡു യു നോട്ട് പെർസീവ് ഇറ്റ്? നിങ്ങളത് ഗ്രഹിക്കുന്നില്ലേ? നിങ്ങളത് അറിയുന്നില്ലേ? ദൈവം അത് ചെയ്യാൻ പോവുക. ദൈവത്തിൻ്റെ വചനമാണ്.
ആകാശം മാറും, ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം മാറത്തില്ല. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ, അത് വിശ്വസിച്ചാൽ, നിങ്ങൾ അത് കൺഫസ് ചെയ്താൽ, നമുക്ക് വേണ്ടി ആകാശത്തിൽ കൂടി കടന്നുപോയൊരു മഹാപുരോഹിതനായ യേശു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് എപ്പോഴൊക്കെ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ അത്ഭുതം ചെയ്യാൻ ഈ ദൈവം തയ്യാറാണ്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ്. എപ്പോഴൊക്കെ നാം വിശ്വസിക്കാൻ തയ്യാറായാൽ പ്രവർത്തിക്കാൻ ഈ ദൈവം വിശ്വസ്തനാണ്, അവന് കഴിയും. ഹല്ലേലൂയ. അതേ അടുത്ത പറയുകയാണ്, ഞാൻ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണ്. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഞാൻ തോടും. മരുഭൂമിയിൽ വഴി കണ്ടുപിടിക്കാൻ വലിയ പാടാ. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത് ഞാൻ നദികളുണ്ടാകും. ഒരു എലീശ പ്രവാചകന്റെ അടുക്കലെ ജനം വന്ന് പറഞ്ഞു, അവർക്ക് ഹോശബാത്തും അഹബോഗും അവർക്ക് വെള്ളമില്ല. എലീശ പറയുന്നുണ്ട്, ഈ താഴ്വരകളിലെല്ലാം കുഴി കുഴിപ്പി. നീ മഴ കാണത്തില്ല, നീ കാറ്റ് കാണത്തില്ല, നീ കോള് കാണത്തില്ല. നീ കുഴിക്കുന്ന കുഴി മുഴുവൻ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യാദൃച്ഛികമായിട്ടായിരിക്കാം നീ ഇത് കാണുന്നത്. സ്കിപ്പ് ചെയ്ത് പോകരുത്. നിന്റെ ഭാവിയെ കുറിച്ച്, നിന്റെ മുൻപോട്ടുള്ള യാത്രയെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിന് അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴുതേ തപ്പിപ്പോയതാ ശൗലും ബാല്യക്കാരൻ. പക്ഷെ ശമൂവേൽ പറഞ്ഞ അവിടെ നിൽക്ക്, ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ട് നിന്നോട്. ദൈവത്തിന്റെ അരുളപ്പാടാണ്. മരുഭൂമി സമമായ നിന്റെ വിഷയമില്ലേ? ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. മരുഭൂമി സമമായ ഒരു പ്രതീക്ഷയില്ലാത്തടത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാഹനത്തിന്റെ എമർജൻസി ഡോറ് പോലെ ദൈവം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ദൈവസന്നിധിയിൽ കരയുന്ന ദൈവപൈതലേ, ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു, അവൻ തന്റെ വൃതന്മാർക്ക് വേണ്ടി, ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാർക്ക് വേണ്ടി. ദീർഘക്ഷമയുള്ളവനാണെങ്കിലും പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കത്തില്ലയോ? ഞാനോ നിങ്ങളോട് പറയുന്ന വേഗത്തിൽ ഒരു വലിയ പ്രവൃത്തി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവാണ്. നിർജ്ജന പ്രദേശത്ത് നദികളെ ഉണ്ടാക്കും. എന്തെങ്കിലും നമ്മുടെ പൊട്ട ബുദ്ധിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ദൈവമേ നീ ഇവിടെ ഒന്ന് തൊടണമെന്ന് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഏത് തകർന്നതിനെയും പരാജയപ്പെട്ടതിനെയും എല്ലാത്തിനെയും കപ്പന്റെ കരങ്ങളിലോട്ട് കൊടുക്കുമ്പോൾ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. തള്ളിക്കളഞ്ഞ ചില വിഷയങ്ങളെ, ഇനിയും പ്രതീക്ഷയില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അതാണ് പച്ചവെള്ളം രുചിയും ഗുണവും നിറവുമുള്ള വീഞ്ഞായതിന്റെ കാരണം, ഒന്നാം അടയാളങ്ങളുടെ ആരംഭമെന്ന് വേദപുസ്തകം പറയുന്നത്. ഈ ദൈവം, our God whom we serve, the God of transformation, ചേഞ്ച് ചെയ്യാൻ ഈ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളെ നോക്കിയാൽ പ്രവചിക്കുകയാണ്. ദൈവം നിനക്ക് വേണ്ടി പുതിയതൊന്നും ചെയ്യാൻ പോവുക. മുൻപുള്ളവയെ നീ നിരൂപിക്കേണ്ട, മറന്നുകള. അതിനൊക്കെ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തോടൊരു കൃപ ചോദിക്കേ. ദൈവം നിന്റെ മരുഭൂമി സമമായ വിഷയങ്ങളെ ദൈവം തൊടാൻ പോവും. ദൈവം അതിൽ വഴികൾ ഉണ്ടാക്കാൻ പോവും. നദികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ തലമുറയെ ദൈവം മാനിക്കാം. വിശ്വസിക്കാൻ കഴിയുമോ? ഒരാമേൻ പറയാൻ കഴിയുമോ? നിങ്ങളത് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം ആ വിഷയത്തിൽ ഇറങ്ങി വരാൻ പോ. കാരണം അവന് പ്രവർത്തിക്കാൻ കഴിയും. അതേ കർത്താവേ, എപ്പോഴൊക്കെ നമ്മൾ വചനം കേൾക്കുമ്പോഴും നമ്മൾ പറയണം, ലോർഡ് ഐ ബിലീവ്, ലോർഡ് ഐ ബിലീവ്. കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. മറന്നു പോകല്ലേ. പണ്ടുള്ളവയെ ഓർക്കണ്ട, നിരൂപിക്കണ്ട. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പുതിയത് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതിപ്പോൾ ഉത്ഭവിക്കും. നീ അത് ഗ്രഹിക്കുന്നില്ലയോ? മരുഭൂമിയിൽ വഴികൾ, അടഞ്ഞ അനുഭവങ്ങളിലൂടെ പോകുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു വാതിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു വരട്ടെ. ഈ ജോലി വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. പരിശുദ്ധമ്മ പറയും, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കാൻ പോകും. അത്ഭുതം ദൈവം ചെയ്യാം. തുടർമാനമായി കണ്ടോ ദൈവ മഹത്വം നിങ്ങൾ കാണും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.